50 വർഷം നീണ്ട ജനകീയ സമര പരമ്പരകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ കുന്നം നടപ്പാലത്തിന്റെ ഉദ്ഘാടനവും കൊപ്പം പന്തടിക്കളം നടപ്പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും ഉദ്ഘാടനം ചെയ്തു. ഇതോടെ അരനൂറ്റാണ്ട് പഴക്കമുള്ള നാട്ടുകാരുടെ പൊതു ആവശ്യമാണ് നിറവേറിയത്. കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്നായിരുന്നു നടപടി. തിരുവനന്തപുരത്തെ 100ഓളം കുടുംബങ്ങളുടെ 50 വർഷം പഴക്കമുള്ള ജനകീയ സമര പരമ്പരകൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് കുന്നം നടപ്പാലത്തിന്റെ ഉദ്ഘാടനവും ഒപ്പം പന്തടിക്കളം നടപ്പാലവും സംരക്ഷണ ഭിത്തി നിർമ്മാണ ഉദ്ഘാടനവും നടന്നത്. കഴിഞ്ഞ 50 വർഷത്തെ പ്രദേശവാസികളുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. കുടുംബങ്ങളുടെ ആശ്രയമാണ് കിള്ളിയാറിനോട് ചേർന്ന് കിടക്കുന്ന പന്തടിക്കളത്തെ നടവഴി. മഴ പെയ്താൽ ഏതു നിമിഷവും കരമനയാർ കരകവിഞ്ഞൊഴുകി നടവഴിയും വെള്ളത്തിനടിയിലാകും. എളുപ്പവഴിയിലൂടെ വീട്ടിലെത്തുവാൻ സമീപവാസികൾ അപകട ഭീഷണിയുള്ള കുത്തൊഴുക്കുള്ള വഴിയിലൂടെ നടന്ന് വീട്ടിലെത്തും. ഈ അവസ്ഥയിലിരിക്കെയാണ് 2013 ഒരു നാടിനെ കണ്ണീരിലാഴ്ത്തി പന്തടിക്കളം സ്വദേശികളായ ഷംനാദ്, വിദ്യാർത്ഥിയായ മുഹമ്മദ് നൈഫ് വെള്ളത്തിലകപ്പെട്ടത്. അന്ന് വൻ ജനകീയ സമരങ്ങളാണ് അരങ്ങേറിയത്. കഴിഞ്ഞ 2 വർഷം മുൻപ് മഴയത്ത് വെള്ളം കയറിയപ്പോൾ കേരള വിഷനിൽ വന്ന വാർത്ത ശ്രദ്ധേയമായി. തുടർന്ന് ഇക്കഴിഞ്ഞ നവകേരള സദസ്സിൽ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് 6ാമത്തെ വിഷയമായി അവതരിക്കപ്പെട്ടു. തുടർന്ന് മന്ത്രി GR അനിലിന്റെ ഇടപെടലിലൂടെ നാട്ടുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുകയായിരുന്നു. 61 ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാലവും സംരക്ഷണ ഭിത്തി നിർമ്മാണവും നടക്കും. 6 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാകും. 350-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന കുന്നത്ത് നടപ്പാലത്തിന് പുറമെ കിള്ളിയാറിന് കുറുകെ തെങ്കാശിപ്പാതയുമായി ബന്ധിപ്പിക്കുന്ന പാലം 2 കോടി രൂപ വിനിയോഗിച്ച് 1 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് നടപ്പാല ഉദ്ഘാടനത്തിനിടെ മന്ത്രി GR അനിൽ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.